22 രാജ്യങ്ങൾ ട്രംപിനൊപ്പം ഇറാനെതിരെ യുദ്ധം നടത്തും. ഹോർമുസ് കടലിടുക്കിൽ അഗ്നിഗോളം തീർത്ത നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയപ്പെടുന്ന പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുമെന്ന് ഇറാന്റെ ഭീഷണി വീണ്ടും വരുമ്പോൾ ഹോർമുസ് തുറക്കാൻ നാറ്റോ സഖ്യം പടയൊരുക്കത്തിനിറങ്ങുന്നു എന്നുള്ളതാണ്. ലോകത്തിന്റെ ആശാകേന്ദ്രമായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വല്ലാതെ അങ്ങ് യുദ്ധകാഹളം മുഴക്കുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്ക് വരുതിയിൽ നിർത്താൻ അമേരിക്ക ശ്രമം തുടങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികൾക്കൊന്നും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ഹോർമുസ് അടച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഹോർമുസ് ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നും എന്നാൽ ഇറാൻ മണ്ണിനെ എതിർക്കുന്നവർക്ക് പ്രവേശനമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള ഭീഷണിയും ഭീകരതയും രാജ്യത്തെ കൂടുതൽ ഐക്യമുള്ളതാക്കി മാറ്റുകയാണ് എന്നും ഹോർമുസ് പൂർണ്ണമായിട്ട് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ പെസഷ്കിയാൻ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഇറാന്റെ കൃത്യമായിട്ടുള്ള മറുപടി, അതായത് ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ല ഞങ്ങൾ എന്ന ഉറച്ച തീരുമാനം. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റാമെന്നത് മിഥ്യാധാരണയാണ് എന്നും ചരിത്രം രചിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയോടുള്ള നിരാശയാണ് ഇത് എന്നും ഭീഷണിയും ഭീകരതയും ഞങ്ങളുടെ ഐക്യം ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നും ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്ക് ഒഴികെ മറ്റെല്ലാവർക്കും ഹോർമുസിൽ പ്രവേശനമുണ്ട് എന്നുകൂടി പെസഷ്കിയാൻ പറഞ്ഞു വെക്കുന്നു.